മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884232. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യപ്രകാശ്. ഉപഭോക്തൃ കമ്മീഷനുകളിൽ നൽകുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമിതി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. പരമാവധി 5 മാസത്തിനുള്ളിൽ പരാതികളിൽ വിധി പറയണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിലും വർഷങ്ങളായി തീർപ്പാക്കാതെ പരാതികൾ കമ്മീഷനുകളിൽ കെട്ടിക്കിടക്കുകയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്ക നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ മാർച്ച് 15 അംഗത്വ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യ മാർച്ച് 15 തൃശ്ശൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്, എറണാകുളത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് നമ്മൾ അംഗത്വ പ്രചാരണം NRC ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും അങ്ങനത്തെ പ്രചാരണ പരിപാടികൾ നടത്തണം. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ താലൂക്ക് പഞ്ചായത്ത് തലങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാം. എന്തായാലും നമുക്ക് അനിവാര്യമായി ചെയ്യേണ്ടത് ഉടനെ തന്നെ സംസ്ഥാനതല അങ്ങനത്തെ പ്രചാരണത്തിൻ്റെ ഉദ്ഘാടന പരിപാടി നടത്തണം. അത് കഴിഞ്ഞ് ഓരോ ജില്ലകളിലും അതാത് ജില്ലാ കമ്മിറ്റികൾക്ക് സൗകര്യമുള്ള ദിവസങ്ങളിൽ അവിടെ ജില്ലാ പരിപാടികൾ നടത്തും. ഉപഭോക്തൃ കമ്മീഷൻ പ്രസിഡന്റുമാരുടെ അനാസ്ഥ മൂലം ഉപഭോക്താക്കളുടെ നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം നീതി നിഷേധങ്ങൾക്കെതിരെ ഉപഭോക്താക്കൾ സംഘടിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ നേതാക്കളായ ജോർജ് തോമസ്, ഉഷ രാമചന്ദ്രൻ, CR രാധാകൃഷ്ണൻ, സംസ്ഥാന നേതാക്കളായ TN നമ്പീശൻ, ദേവകി ചെമ്പൂക്കാട്, KS സിദ്ദിഖ്, രാധാകൃഷ്ണൻ പാറപ്പുറം, G രഞ്ജിത്ത് കുമാർ, വർഗീസ് സത്താണി, ശാലി തോമസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനതല അംഗത്വ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 21 തൃശൂരിൽ നടത്തുന്നതിനും തുടർന്ന് ജില്ലകൾ തോറും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. സെപ്റ്റംബർ 29 വടക്കാഞ്ചേരി അമ്പിളി ഭവനിൽ ഏകദിന നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കും. ഉപഭോക്തൃ പരാതികൾ ഉടനെ തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ധർണ നടത്തുവാനും തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.